നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതുപോലൊരു പോളിംഗ് ശതമാനം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല. സമയം 4 മണിയാകുന്നതേയുള്ളൂ. 65% പോളിംഗ്. കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ അതിശക്തമായ പോളിംഗ്. ചൂട് വകവയ്ക്കാതെ കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പിണറായി വിജയനെ തൂത്തെറിയാനുള്ള ജനങ്ങളുടെ ആവേശ തിരതള്ളലാണ് നമുക്ക് മുന്നിലെന്ന് പ്രതിപക്ഷ നേതാക്കൾ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പിണറായി സർക്കാർ അസ്തമിച്ചുവെന്നാണ് AK ആന്റണി പറഞ്ഞിരിക്കുന്നത്. തീപാറുന്ന മത്സരം, അതാണ് പല മണ്ഡലങ്ങളെയും ശ്രദ്ധേയമാക്കുന്നത്. കേരളത്തിൽ വ്യാപകമായി കള്ളവോട്ട് ആരോപണങ്ങൾ. പയ്യന്നൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ അതിശക്ത കള്ളവോട്ടുകൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കേരളത്തിന് വീണ്ടും ആശങ്ക പരത്തുന്നു. എന്നാൽ പയ്യന്നൂരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയ വിമതൻ PV കുഞ്ഞികൃഷ്ണൻ തന്നെയാണ് CPMനെ വെല്ലുവിളിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തിൽ കള്ളവോട്ട് അനുവദിക്കില്ല എന്ന് PV കുഞ്ഞികൃഷ്ണൻ പറയുന്നു. പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. ഒളിക്യാമറ, കണ്ണട പോലും പിടിച്ചെടുത്തു. നിരവധി ബൂത്തുകളിൽ സംഘർഷാവസ്ഥ. പൂഞ്ഞാറിലെ ഒരു ബൂത്തിൽ സംഘർഷാവസ്ഥയുണ്ടാവുകയും അവിടേക്ക് ചെന്ന MLA SIയെ ഭയപ്പെടുത്തുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ SI കട്ടയ്ക്ക് MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട് പറയുന്നു, ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കേണ്ട, അങ്ങനെ ആരെയും പേടിച്ചല്ല സർ ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നതെന്നാണ് ആ പോലീസുകാരൻ്റെ മറുപടി. ഒരു ജനപ്രതിനിധിയാണ്. പ്രോട്ടോകോൾ കൂടിയാണ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. എല്ലാവരോടും ഒരേ നിയമം മതി. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഇലക്ഷൻ അങ്ങ് തീരും കേട്ടോ. DGP പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഭരണം മാറുന്നതിന്റെ ലക്ഷണമായി ഇത്തരം പ്രതികരണങ്ങൾ ജനങ്ങൾ കാണുന്നു. പല ബൂത്തുകളിലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ UDFന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് LDFന്റെ പരാതി. തൃക്കരിപ്പൂരിലെ പിലിക്കോട്ട് പുത്തിലോട്ട് UP സ്കൂളിലെ 137 നമ്പർ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതി ഉയർന്നു. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് UDF ഏജന്റ് ആരോപിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. വോട്ട് ചെയ്യാൻ എത്തിയയാൾ അത് താൻ തന്നെ എന്ന് ഉറപ്പിച്ച് വിളിച്ചു പറയുന്നു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സന്ദീപ് വാര്യർ ഭയപ്പെടുത്തിയെന്നാണ് ഉദ്യോഗസ്ഥന്റെ പരാതി. മലപ്പുറം മങ്കടയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന് ക്രൂരമർദ്ദനം. തിരൂർക്കാട് സ്വദേശി ഷബീറിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ കേരളത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. സംഘർഷാവസ്ഥ ഉടലെടുത്താൽ പോളിംഗ് ശതമാനം കുറയുമെന്നും അത് LDFന് പ്രത്യേകിച്ച് CPMന് അനുകൂലമാണെന്നും ചില തിയറികൾ പരന്നിരുന്നു. മഞ്ചേശ്വരത്ത് കയ്യാറയിലെ 128 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നു എന്നാണ് BJPയുടെ പരാതി. ഗൾഫിലുള്ള ഖാലിദിന്റെ വോട്ട് ജാഫർ എന്നയാൾ രേഖപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ പോസ്റ്റൽ വോട്ട് ചെയ്തയാൾ നേരിട്ട് വോട്ട് ചെയ്യാനെത്തിയതും ഏറെ തർക്കങ്ങൾക്കിടവരുത്തി. ഒറ്റപ്പാലത്ത് 4 ബൂത്തുകളിലാണ് കള്ളവോട്ട് നടന്നുവെന്ന പരാതികൾ ഉയർന്നത്. വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയെന്ന പരാതിയാണ് മിക്കയിടങ്ങളിലും. മഞ്ചേശ്വരത്തും വടക്കാഞ്ചേരിയിലുമൊക്കെ നിരവധി പരാതികളാണ് കള്ളവോട്ടിന്റെ പേരിൽ ഉയർന്നിരിക്കുന്നത്. ഷൊർണൂരിൽ കന്നി വോട്ടറുടെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയെന്ന പരാതി ഉയർന്നു. കൊടുംചൂട് മറികടന്നുള്ള വോട്ടിംഗ് ശതമാനം കേരളത്തെ അത്ഭുതപ്പെടുത്തുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തിയ അത്ഭുത കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇത് പിണറായി സർക്കാരിനെ തൂത്തെറിയാനുള്ള ജനാവേശമാണ് എന്ന് വിലയിരുത്തലുകൾ. ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 48.9% പോളിംഗ് ശതമാനം. പിന്നീടുള്ള 2 മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം വീണ്ടും കുതിച്ചുയർന്നു. നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ രാവിലെ മുതൽ ബൂത്തുകളിൽ നീണ്ട നിരയാണ് കാണപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ രാവിലെ തന്നെ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി. സിനിമാ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, സുരാജ് വെഞ്ഞാറമൂട്, ആസിഫ് അലി എന്നിവരും സ്പോർട്സ് താരം PT ഉഷയുമൊക്കെ രാവിലെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. വെടാജ് 21 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ പരാതി ഉയർന്നു.
2 വോട്ട് അധികമായി രേഖപ്പെടുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആലുവയിൽ ബൂത്തിന് സമീപം സ്ഥാപിച്ച മുഖ്യമന്ത്രിയുടെ കൂറ്റൻ പ്രചരണ ബോർഡ് UDF പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തു. വെള്ളൂർ, കാറബേൽ, കണ്ടോത്ത് മേഖലയിൽ വ്യാപകമായ കള്ളവോട്ട് പരാതികൾ ഉയരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കള്ളവോട്ട് പരാതികൾ ഉയരുന്നു. പയ്യന്നൂരിൽ CPM വ്യാപകമായി കള്ളവോട്ടുകൾക്ക് ശ്രമിക്കുന്നുവെന്നാണ് PV കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. തളിപ്പറമ്പിലും സമാനമായ ആരോപണമുയർന്നു. കള്ളന്മാർ കള്ളവോട്ട് ചെയ്യുകയല്ലാതെ മറ്റെന്ത് ചെയ്യുമെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ചിലരുടെ പരിഹാസം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ടോടെ ഒരു പുരാവസ്തു പീസായി മാറുമെന്നും ഈ മാൻട്രേക്കിനെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് കടക്കും. ഇത്തരം വേസ്റ്റുകൾ അമേരിക്ക പോലും അങ്ങ് സ്വീകരിക്കാറില്ല എന്നാണ് സമൂഹമാധ്യമങ്ങളിലെ കമന്റുകൾ. കേരളം മുച്ചൂട് മുടിച്ചാണ് ഇടതുപക്ഷത്തിന്റെ മടക്കമെന്ന് ചിലർ പറയുന്നു. പിണറായി വിജയൻ 3ാം വട്ടവും തുടർഭരണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അതിശക്ത നീക്കങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. എന്നാൽ ജനങ്ങൾ ഉയർത്തിയ തരംഗത്തിനു മുന്നിൽ ഇടതുപക്ഷം തകർന്നടിയുന്നുവോ എന്ന സംശയം ശക്തിപ്പെടുത്തുകയാണ് വോട്ടിംഗ് പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ. കഴിഞ്ഞ കാലങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഉയരുന്നത് UDFന് അനുകൂലമാണ് എന്ന വിലയിരുത്തലുകളാണ് കേരളത്തിന് മുന്നിലുള്ളത്. സമാനമായ തലത്തിൽ ഇന്ന് വലിയൊരു വോട്ടിംഗ് ശതമാനം കാണുമ്പോൾ അതൊരു UDF അനുകൂല തരംഗമാണോ എന്ന സംശയം ശക്തിപ്പെടുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മരിച്ചുപോയവർ വരെ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് വോട്ട് ചെയ്യാനെത്തും. പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ 2,71,00,000 വോട്ടർമാരാണ് ഇത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. എന്നാൽ എല്ലാ മുന്നണികളിലും നെഞ്ചെടുപ്പുയരുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവം ഏറ്റെടുത്ത് ജനങ്ങൾ ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. എല്ലാ മണ്ഡലങ്ങളിലും അതിരാവിലെ മുതൽ കനത്ത പോളിംഗ്. എല്ലാ ജില്ലകളിലും 2 മണിക്ക് മുൻപ് തന്നെ 50% പോളിംഗ് റേറ്റ് രേഖപ്പെടുത്തി. കടുത്ത ചൂട് പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ കൂട്ടത്തോടെ രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയതാവാം എന്നും സംശയം. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരുമൊക്കെ വോട്ട് ചെയ്യാനെത്തുന്നു. പിണറായി വിജയൻ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് വോട്ട് ചെയ്തതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ത്രികോണ മത്സരമാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. 3 മുന്നണികളും നന്നായി പണം മുടക്കിയ തെരഞ്ഞെടുപ്പാണിതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആലപ്പുഴയിൽ G. സുധാകരൻ വിജയിക്കുമോ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി ഉത്തരം കൊടുത്തില്ല മാധ്യമപ്രവർത്തകർക്ക്. CPM പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പോഴും ക്രൂരതകൾ അരങ്ങേറുന്ന വാർത്തകൾ മറുവശത്ത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 85 നമ്പർ ബൂത്തായ മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിൽ UDF ബൂത്ത് ഏജന്റ് സജിത മോഹന്റെ ദേഹത്തേക്ക് CPM പ്രവർത്തകർ നായ്ക്കരണ പൊടി വിതറി. ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവുമധികം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ. വാശിയേറിയ മത്സരമാണ് തൃപ്പൂണിത്തറയിൽ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലും അതിശക്തമായ പോളിംഗ് ശതമാനം. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനത്തിൽ ഇത്തിരി പിന്നിൽ നിന്ന് തിരുവനന്തപുരം ഇപ്പോൾ കുതിക്കുന്ന കാഴ്ച. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉയരുമ്പോൾ കൂട്ടിയും കിഴിച്ചുമൊക്കെ മുന്നണികൾ വെല്ലുവിളിക്കുകയാണ് മറുവശത്ത്. പല സ്ഥലങ്ങളിലും പന്തയങ്ങൾ മുറുകുന്നു. പിണറായി വിജയനെ സംബന്ധിച്ച അഗ്നിപരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ്. 2 വട്ടം കേരളം ഭരിച്ച പിണറായി വിജയൻ അധികാരത്തിൽ നിന്നൊഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. LDFന്റെ സമ്പൂർണ്ണ തകർച്ച, അതിലപ്പുറം CPMന്റെ പടുവീഴ്ച മിക്ക മണ്ഡലങ്ങളിലും ദൃശ്യമാകുന്നുവെന്ന് പ്രതിപക്ഷം പറയുന്നു. ഭരണമൊഴിയുന്ന പിണറായി വിജയനെ സംബന്ധിച്ച് അഗ്നിപരീക്ഷകളായിരിക്കും ഇനി നേരിടേണ്ടി വരിക. പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ പിണറായിക്കെതിരെ തിരിയുന്നതിന് മുൻപ് കേരളത്തിൽ നിന്ന് മാൻട്രേക്കിനെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് പരിഹസിക്കുകയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ. ഏറ്റവും രസകരമായ കമന്റുകൾ നമ്മൾ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.